ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചെയ്ത് കാണിക്കുന്നത് പാക്കറ്റ് നൂഡിൽസിന് കുറച്ച് ചിക്കനും വെജിറ്റബിളും സോസും ഒക്കെ ചേർത്തുകൊണ്ട് കുറച്ചുകൂടി ടേസ്റ്റാക്കി കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ ഒരു കപ്പോളം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. കനം കുറഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചിക്കൻ എടുക്കാവുന്നതാണ്. കുറച്ച് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഒരല്പം വിനിഗറൂടെ ചേർത്തുകൊണ്ട് ഒരു 15 മിനിറ്റ് നേരത്തേനെങ്കിലും പുരട്ടി വയ്ക്കണം. 1 മണിക്കൂറൊക്കെ നേരം സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ വിനിഗർ ചേർക്കേണ്ട ആവശ്യമില്ല. വിനിഗർ ചേർക്കുന്നത് കുറഞ്ഞ സമയം കൊണ്ട് ആ ഉപ്പിൻ്റെയും കുരുമുളകിൻ്റെയും ഒക്കെ ഫ്ലേവർ ആ ചിക്കനിൽ പെട്ടെന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയാണ്. ഇതൊരു 15 മിനിറ്റ് നേരത്തേന് ഞാൻ മാറ്റി വയ്ക്കുകയാണേ. ഇനി ഒരു പാത്രം അടുപ്പി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഇപ്പി നൂഡിൽസാണ് എടുക്കുന്നത്. 2 ഇട്ടിട്ടുണ്ട്. ഇനി വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിക്കണം. സാധാരണ വെള്ളം ഒഴിക്കുന്നതിലും ഒരല്പം കുറവായിട്ട് ഒഴിക്കണം. ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോകല്ലേ. ഇനി ഇതിനാവശ്യമുള്ള കുറച്ച് ഉപ്പൂടെ ചേർത്തിട്ടുണ്ട്. ഒരുപാട് കുഴഞ്ഞു പോകാതെ ഒരല്പം വേവ് കുറച്ചെടുക്കണം. കൂടെ തന്നെ ആ വെള്ളം കൂടെ ഒന്ന് നല്ലവണ്ണം വറ്റിച്ചെടുക്കുകയും കൂടെ വേണേ. ഇതൊക്കെ ഉണ്ട്, ഇതിൻ്റെ വെള്ളം വറ്റിയിട്ടുണ്ട്. ഇതിനി ആറാൻ വേണ്ടി മാറ്റി വെക്കുമ്പോഴത്തേന് ആ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് ബാക്കി വെള്ളം കൂടെ ഒന്ന് ഡ്രൈ ആയിക്കോളും. ഇനി കടായിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നല്ലവണ്ണം എണ്ണ ചൂടാകണം. ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെളുത്തുള്ളി ചേർക്കുക. തീ ഒട്ടും കുറയ്ക്കാതെ തന്നെ അതേ ചൂടിൽ ചിക്കനൂടെ ആ എണ്ണയുടെ നടുക്കോട്ടിടുക. ഒരു 15-20 സെക്കൻഡ് നേരത്തേന് ഇളക്കൊന്നും ചെയ്യാതെ അങ്ങനെ വിടുക. ഇങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ചിക്കൻ കുറേശ്ശെയായിട്ട് അടിവശം വെന്ത് വെള്ളയാകാനായിട്ട് തുടങ്ങും. വെള്ളയായതിനു ശേഷം ചെറുതായിട്ടൊന്ന് മറിച്ചിടണേ. ഇതാക്കണ്ട, വെള്ളയാകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് മറിച്ചിടാം. ഇനി മറിച്ചിടുവാണേ. എണ്ണയിലോട്ട് തന്നെ ഒന്ന് മറിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി തീ കുറയ്ക്കുക. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നല്ലവണ്ണം ചിക്കൻ വഴറ്റിയെടുക്കാനായിട്ട് പറ്റും. ചിക്കനൊക്കെ അത് വെന്തിട്ടുമുണ്ട്. ഇനി സവാളയാണ് ചേർക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം. സവാള ഒരുപാടൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല. അതൊന്ന് ട്രാൻസ്പാരൻ്റ് ആയി കിട്ടിയാൽ മാത്രം മതി. ആ പച്ച ടേസ്റ്റ് ഒന്ന് മാറിയാൽ മാത്രം മതി. സവാള വഴന്നിട്ടുണ്ട്. ഇത്രയും മതി, സവാള വഴറ്റിയാൽ മതി. ഇനി ക്യാരറ്റാണ് ചേർക്കുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇങ്ങനെ നീളത്തിൽ അരിയണമെന്നൊന്നുമില്ല. ഞാൻ നൂഡിൽസ് ആയത് കാരണം കൂടെ ഒരു മാച്ചായിരിക്കട്ടെ എന്ന് വിചാരിച്ച് ചുമ്മാ നീളത്തിൽ അരിഞ്ഞാണേ. ഗ്രേറ്റ് ചെയ്തിട്ടാലും മതി. വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കാബേജ് ചേർക്കാം. ബീൻസും ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാവുന്നതാണ്. ക്യാരറ്റൊന്നും ഒരുപാടിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. ഒരു 10-15 സെക്കൻഡ് നേരത്തേനൊന്ന് വഴറ്റിയാൽ മാത്രം മതി. ഇനി ക്യാപ്സിക്കം ചേർക്കണം. ക്യാപ്സിക്കം ലാസ്റ്റ് ചേർക്കുക. അതൊന്ന് പകുതി വെന്താൽ മതി. അതാണ് ടേസ്റ്റ്. പച്ചക്കറികൾ ഒരുപാട് വഴറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ക്യാപ്സിക്കം മാത്രം കുറച്ച് ക്രഞ്ചി ആയിട്ടിരിക്കുന്നതാണ് നല്ലത്. ഇതെല്ലാം നമ്മുടെ ആവശ്യത്തിന് വഴന്നതിന് ശേഷം ഇത് സൈഡിലോട്ടൊന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ വാരി വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയാലും മതി. ഇനി ഒരു 3 സ്പൂണോളം ടൊമാറ്റോ സോസോ ടൊമാറ്റോ കെച്ചപ്പോ ചേർക്കുക. കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർക്കുക. കാശ്മീരി ചില്ലി പൗഡർ തന്നെ ചേർക്കണം. അതിനൊരു പ്രത്യേക ടേസ്റ്റും ഉണ്ട്. കൂടെ തന്നെ ഒരു നല്ല കളറും കിട്ടും. ഇതൊന്നും ഒരു അല്പം നേരത്തേനൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ വെള്ളമയൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ടൊന്ന് സോസ് ഒന്ന് തിക്കാവുമേ. കൂടെ തന്നെ ആ കാശ്മീരി ചില്ലി പൗഡറിൻ്റെ പച്ച മുളക് പൊടിയുടെ ടേസ്റ്റ് ഉണ്ടല്ലോ, അതുകൂടെ ഒന്ന് മാറിക്കിട്ടണം. കുറച്ച് തിക്കാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നൂഡിൽസ് 2 ചേർത്തത്. അതിൻ്റെ 2 മസാലയുണ്ട്, അതോടെ ഒന്ന് പൊട്ടിച്ച് ചേർക്കുകയാണ്. ഇതോടെ ചേർത്തൊന്ന് ഇളക്കിയെടുക്കുക. തീ ഒന്ന് കുറച്ച് വെക്കണം. ഒരുപാട് കരിഞ്ഞൊന്നും പോകരുത്. ഇതൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലൊരല്പം വെള്ളം ചേർക്കുകയാണ്. ഈ മസാലയൊക്കെ വെള്ളത്തിലൊന്ന് പിടിച്ച് ഒരു കുഴമ്പ് രൂപത്തിലാക്കി എടുക്കുകയാണ്, ഒരു സോസ് പോലെ. നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വിടുകയാണ്.
ദാ തിളയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നൂഡിൽസാണ് ചേർക്കേണ്ടത്. ഇനി നൂഡിൽസിലെ ഈ സോസ് എല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് യോജിപ്പിച്ചെടുക്കണം. എല്ലാ ഭാഗത്തും നല്ലവണ്ണം ഈ സോസ് പെരണ്ട് കിട്ടണം. ആ രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. തീ കൂട്ടി കൊടുക്കരുത്, തീ കുറച്ച് തന്നെ ചെയ്യുക. നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം ഈ വെജിറ്റബിൾ കൂടെ ചേർത്ത് വീണ്ടും യോജിപ്പിച്ചെടുക്കുക. കുരുമുളക് പൊടിയൊക്കെ ഏറെ വേണ്ടിയവർക്ക് ഈ സമയത്ത് കുരുമുളക് പൊടിയൂടെ ചേർത്ത് ഇളക്കാവുന്നതാണ്. അത് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ആ സോസൊക്കെ ഇങ്ങനെ നൂഡിൽസിൽ ഇങ്ങനെ പെരണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി മല്ലിയില ചേർക്കണം. മല്ലിയില ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. മല്ലിയില നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ചേർത്തിരിക്കണം. ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഉള്ളിയില ഉണ്ടല്ലോ, അതുകൂടെ അരിഞ്ഞ് ചേർക്കാവുന്നതാണ്. ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യുക. ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യാൻ മറന്നു പോലെ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ആക്കി ഇടാൻ കൂടി മറക്കല്ലേ. ഇതുവരെ തന്ന സപ്പോർട്ടിൽ ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.